എന്താ കഥയിലേക്ക് സ്വാഗതം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെ സ്ഥിതിവിവരങ്ങൾ വിശകലനം ചെയ്യുന്ന എന്താ കഥയിലെ ഇന്നത്തെ എപ്പിസോഡ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരായ 2 പേരാണ് എനിക്കൊപ്പം ഉള്ളത്. ഒന്ന് ദേശാഭിമാനിയുടെ ചീഫ് ന്യൂസ് എഡിറ്റർ മനോഹരൻ മൊറായി, 2 ജിജോ. കണ്ണൂർ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കണ്ണൂർ ഒരു കോൺഗ്രസ് ആധിപത്യ മണ്ഡലമായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. കണ്ണൂർ തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങൾ. അതിൽ ഇരിക്കൂരും പേരാവൂരും UDF-നൊപ്പം മറ്റ് 5 മണ്ഡലങ്ങൾ. ഈ 5 മണ്ഡലങ്ങളുടെ പ്രത്യേകത, ധർമ്മടം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്നു, മട്ടന്നൂർ ശൈലജ ടീച്ചർ പ്രതിനിധാനം ചെയ്യുന്നു, തളിപ്പറമ്പിൽ നിയമസഭയിലേക്ക് ജയിച്ചത് MV ഗോവിന്ദൻ മാഷാണ്, കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി. മനോഹരേട്ടാ, ഈ എങ്ങനെയാണ് കണ്ണൂർ, പൊതുവെ കണ്ണൂർ ജില്ലയെക്കുറിച്ചും കണ്ണൂരിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതൊരു CPM-ൻ്റെ ഒരു കോട്ടയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, നേരെ മറിച്ച് ഒരു കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യം അവിടെ പ്രകടമാവുന്നു. തുടർച്ചയായി മുല്ലപ്പള്ളിയൊക്കെ 5ഉം 6ഉം വർഷം ആ മണ്ഡലങ്ങളിൽ ജയിക്കുന്നു. എന്താണ് അതിൻ്റെ ഒരു അങ്ങനെയൊരു ഇതിന് കാരണം? കോൺഗ്രസിന്റെ ആധിപത്യം എന്നുള്ള നിലയിൽ നമ്മുടെ കൂടുതൽ തവണ വിജയിച്ച് മണ്ഡലത്തെ പ്രതിദാനം ചെയ്ത കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ മേധാവിത്വം നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ചരിത്രപരമായിട്ട് എടുത്താൽ പോലും ആ അവകാശവാദത്തിൽ വലിയ കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നേരത്തെ പ്രഥമ പാർലമെന്റിൽ AKG പ്രതികരിച്ച മണ്ഡലത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴത്തെ കണ്ണൂർ മണ്ഡലം. അതുപോലെ പിന്നീടും ഇടതുപക്ഷം അട്ടിമറി വിജയങ്ങൾ നടത്തിയ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു അടിത്തറ വളരെ ഭദ്രമാണ് എന്ന് തെളിയിച്ച ഘട്ടങ്ങളാണ്. ഉദാഹരണത്തിന് ഇവിടെ K. കുഞ്ഞമ്പുവിൻ്റെ കാര്യം തന്നെ പറയുമ്പോഴും 1980-ൽ K. കുഞ്ഞമ്പു ആദ്യമായിട്ട് വിജയിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നില്ല, ദേവരാജ് RSന്റെ വിഭാഗത്തിൽപ്പെട്ട യു കോൺഗ്രസിന്റെ പ്രതികരിച്ചാണ്. അതായത് ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ വിജയം നേടിയിട്ടുള്ളത്. അപ്പം ആ നിലയിൽ അങ്ങനെയും നമുക്ക് ഈ മണ്ഡലത്തെ വിലയിരുത്താൻ പറ്റുന്നതാണ്. അപ്പം ആ തെരഞ്ഞെടുപ്പിൽ 1980-ൽ ആന്റണി പക്ഷം ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. അന്ന് ഇടതുപക്ഷം വിജയിച്ച് E.K. നായനാർ മുഖ്യമന്ത്രിയാകുന്ന ആ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ വിജയം നേടിയത് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന K. കുഞ്ഞമ്പുവാണ്. പിന്നീട് നടന്ന അട്ടിമറി വിജയം അബ്ദുള്ളക്കുട്ടിയുടേതാണ്. അത് 2 തവണ ആവർത്തിച്ചു. 99-ലും 2004-ലും അബ്ദുള്ളക്കുട്ടി CPIM-ന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു. പിന്നീട് P.K. ശ്രീമതി ടീച്ചറും 2014 ഒരു ഗംഭീര വിജയം തന്നെ ഈ മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള അടിത്തറയുള്ള ഒരു ലോക്സഭാ മണ്ഡലമായിട്ട് തന്നെ നമുക്ക് കണ്ണൂരിനെ കാണേണ്ടി വരും. ജിജോയിലേക്ക് വരാം. ജിജോ, ഈ 5 മണ്ഡലങ്ങളിലെ LDF-ന്റെ ഭൂരിപക്ഷം 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് പറയുന്നത്. അത്യാവശ്യം ലക്ഷത്തിന് മേലെ കടക്കുന്ന വലിയ ഭൂരിപക്ഷമുണ്ട്. കാരണം പ്രത്യേകിച്ച് പിണറായി ജയിച്ച 1,28,000-ന്റെ ലോക്സഭ, പ്രത്യേകിച്ച് തളിപ്പറമ്പ്, ധർമ്മടം, മട്ടന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ നിന്നാണ് അത് പ്രധാനമായിട്ടും വരുന്നത്. കണ്ണൂരിലെ വളരെ ചെറിയൊരു നാരോ മാർജിനിലാണ് ജയിച്ചത്. ഈ ആ ഒരു ട്രെൻഡ് നിലനിർത്താൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യമാണ്, പ്രത്യേകിച്ച് MV ജയരാജനെ പോലുള്ളൊരു ജില്ലയിൽ തന്നെ ഒരു ഏറ്റവും മുതിർന്ന പാർട്ടി സെക്രട്ടറി എന്ന് മത്സരിക്കുമ്പോൾ. കണ്ണൂരിൽ എന്താന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഇപ്പോഴേ വളരെ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സാധ്യതകളെല്ലാം അതേപടി കിടക്കുന്നു. അതോടൊപ്പം തന്നെ UDF-ന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഡീമെറിറ്റ്സ് ഇടതുപക്ഷത്തിൻ്റെ മെറിറ്റ് ആകുമ്പോൾ, കാരണം MV ജയരാജനെതിരെ UDF-ന്റെ കാൻഡിഡേറ്റ് K. സുധാകരനാണ്. K. സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കണ്ണൂരിൽ നിന്നുള്ള വിജയം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തോൽവിയായി മാറും. കാരണം K. സുധാകരൻ ജയിക്കുക എന്ന് പറയുന്നത് ഒരു വിഭാഗം കോൺഗ്രസ്സുകാരെ അടിച്ചേൽപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. K. സുധാകരനുമല്ല, K. സുധാകരൻ ജയിച്ച് MP ആയി പോകണമോ KPCC പ്രസിഡന്റായി തുടരണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇതിലുണ്ടാവുന്നത്. അപ്പോൾ K. സുധാകരൻ ജയിക്കുകയാണെങ്കിൽ, ജയിക്കാനുള്ള സാധ്യതയില്ല,
ജയിച്ചാൽ KPCC പ്രസിഡന്റ് അല്ലാതെ ഒരു കേവലം സാധാരണ കോൺഗ്രസ്സുകാരനായി മാറും. അതിന് കെ സുധാകരൻ പോലും അംഗീകരിക്കില്ല, കെ സുധാകരൻ്റെ ഇതുണ്ടാവില്ല. പിന്നെ കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള കുറേ കാലമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങളുണ്ട്. BJPയുടെ ചേരിയിൽ നിന്നുണ്ടായിട്ടുള്ള ചലനങ്ങളുണ്ട്, മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള അടിത്തറ ഇളക്കങ്ങളുണ്ട്, കോൺഗ്രസിൽ തന്നെ കെ സുധാകരനെതിരായിട്ടുള്ള വലിയ വികാരം വളർന്നു വന്നിട്ടുള്ള പുഷ്പരാജനെ പോലെയുള്ള ആളുകൾ, കണ്ണൂരിലെ നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള ഇളക്കങ്ങൾ. ഇപ്പോൾ കെ സുധാകരൻ അല്ലാതെ കെ സുധാകരൻ അവിടെ വേറൊരാളെ കാൻഡിഡേറ്റ് ആയിട്ട് തന്നെ തനിക്ക് പകരം കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നു, ഒരു KPCC സെക്രട്ടറിനെ. അതുപോലും കണ്ണൂരിന് പുറത്തുനിന്നായിരുന്നു. അങ്ങനെയുള്ള അതാവുമ്പോൾ കണ്ണൂരിൽ കെ സുധാകരൻ എത്രമാത്രം വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. MV ജയരാജൻ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൻ്റെ പൊതുപ്രവർത്തകൻ എന്നുള്ള രൂപത്തിൽ, MLA എന്നുള്ള രൂപത്തിൽ ഒരുപാട് ഇതായിട്ട് കണ്ണൂരിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. യാതൊരുവിധ രാഷ്ട്രീയ വേലിക്കെട്ടുകളും ഇല്ലാതെ തന്നെയുള്ള ഒരു ജനകീയത MV ജയരാജൻ. അതേസമയത്ത് കെ സുധാകരനെ ആ തരത്തിൽ കോൺഗ്രസിനുള്ളിൽ പോലും കെ സുധാകരൻ ഇടുങ്ങി വന്നിരിക്കുകയാണ്. മൊത്തം കേരള രാഷ്ട്രീയത്തിൽ കെ സുധാകരൻ KPCC പ്രസിഡന്റിന് ശേഷം ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ്, പ്രതിച്ഛായ എത്രമാത്രമാണെന്നറിയാം. ഇതൊക്കെ വോട്ടർമാരെ വല്ലാതെ ബാധിക്കുന്ന കാര്യത്തിൽ വലിയ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു മുന്നേറ്റത്തിനാണ് സാധ്യത. മനോരേട്ടാ, ഈ രണ്ട് കാര്യങ്ങൾ ചോദിക്കാനല്ലോ. ഒന്ന്, ന്യൂനപക്ഷ വോട്ടുകൾ പ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ് കണ്ണൂർ മണ്ഡലം. മറ്റൊന്ന്, രഘുനാഥ് എന്ന പഴയ കോൺഗ്രസ് നേതാവാണ് അവിടുത്തെ ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥി. 2021 ധർമ്മടത്ത് പിണറായിക്കെതിരെ മത്സരിച്ച അതേ രഘുനാഥ്. BJPയിൽ നിന്നുള്ള കോൺഗ്രസിൽ നിന്നുള്ള BJPയിലേക്കുള്ള ഒരു പലായനം, അതോടൊപ്പം ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായിട്ടും ഈ പൗരത്വ ബില്ലിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷങ്ങളിൽ ഉയർന്ന ഒരു അരക്ഷിത ബോധം, ഇതൊക്കെ കോൺഗ്രസ്സിന്, രഘുനാഥിൻ്റെ സാന്നിധ്യം തന്നെ ശരിക്കും കോൺഗ്രസ്സിനെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്. പ്ലസ് അതിനോടൊപ്പം ഈ ഒരു പൗരത്വ നിയമത്തിൻ്റെ ഒരു ഇഷ്യൂ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും അവിടുത്തെ ഒരു ന്യൂനപക്ഷങ്ങളുടെ ഒരു ചിന്ത പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട ഉൾപ്പെടെ ഇപ്പം ജിജോ ഇപ്പം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം, സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ കോൺഗ്രസിന് ഏറ്റവും പ്രതികൂലമായിട്ട് വരുന്ന ഒരു മണ്ഡലമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചത് ഞാൻ മത്സരരംഗത്തേക്ക് ഇല്ല എന്നാണ്. പിന്നീട് മത്സര സ്ഥാനാർത്ഥിത്വവും നഷ്ടപ്പെടും, KPCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കോൺഗ്രസിന്റെ നിസ്സഹായത നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി കഴിയും. കാരണം KPCC പ്രസിഡന്റായിട്ടുള്ള സുധാകരൻ മത്സരരംഗത്ത് മാറിയിരിക്കുമ്പോൾ അവിടെ പകരക്കാരനെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയം, അദ്ദേഹത്തിന്റെ ആരോഗ്യവും അതേപോലെ തന്നെ ഒക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ വേറെയുണ്ട്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാകുമ്പോൾ അതിനൊക്കെ മേലെ നിൽക്കുന്ന കാര്യമാണ് ഇപ്പോൾ സഹിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വിഭാഗങ്ങൾ നല്ല തോതിൽ ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് കണ്ണൂർ. അപ്പോൾ അവിടെ ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടും. മുഖ്യമായിട്ട് ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള പൗരത്വ ഭേദഗതി ഇവിടെ വിഷയം ഉയർന്നു വരും. അതുപോലെ രഘുനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വം, രഘുനാഥ് സുധാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് BJPയിലേക്ക് ചേക്കേറുകയും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ രംഗപ്രവേശനം ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്തുള്ള ഒരു കുറേയധികം ആളുകൾ യുടെ വോട്ട് രഘുനാഥിനെ ആകർഷിക്കാൻ കഴിയുന്ന അവസ്ഥ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJP ഉയർത്തുന്ന ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളി, അത് വലിയ തോതിൽ അവിടെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. ജിജോ, പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കും. ഒന്ന്, നേരത്തെ മനോരേട്ടൻ പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. സുധാകരൻ്റെ ഒരു MP എന്നുള്ള എനിക്ക് സുധാകരൻ്റെ പരാജയം, കേരളത്തിലെ മറ്റ് എല്ലാ സിറ്റിംഗ് MPമാർക്കും എന്തെങ്കിലുമൊക്കെ മണ്ഡലത്തിൽ ചെയ്തതായിട്ട് പറയാനുണ്ട്. സുധാകരൻ അങ്ങനെ ഒരു ക്ലെയിം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. സുധാകരൻ അറിഞ്ഞോ അറിയാതെ പോലും അങ്ങനെ ഒരു ഞാൻ മണ്ഡലത്തിന് വേണ്ടി എന്നെ ചെയ്തു എന്നുള്ളതൊന്നും പറഞ്ഞത് ഇതുവരെ കേട്ടിട്ടില്ല. ഒപ്പം 3 മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, ഒരു മുൻ മന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ. അവിടെ സ്വാഭാവികമായിട്ട് LDF ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ, ഇത് രണ്ടും അവിടെ ഈ മണ്ഡലത്തിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കും? ഒന്ന്, സുധാകരന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുധാകരൻ തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത്.
സുധാകരൻ ഒരു MP എന്നുള്ള രൂപത്തിൽ എടുത്തു നോക്കുമ്പോൾ സുധാകരൻ തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മറുപടി പറഞ്ഞു, എന്താ ഞങ്ങൾ അവിടെ പോയിട്ട് കിളക്കുകയാണോ വേണ്ടത് എന്നുള്ളത്. സുധാകരൻ കിളക്കുക പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം UDF മറ്റ് MP-മാരെ പോലെ തന്നെ UDFന്റെ എല്ലാ MP-മാരുടെ കൂട്ടത്തിലെടുത്താൽ ബിഗ് സീറോ ആണ് സുധാകരൻ. സുധാകരൻ ഒന്നും പറയാനില്ല എന്നുള്ളതിന് കാരണമാണ്, സുധാകരൻ വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ളതിൻ്റെ കാരണമാണ് കഴിഞ്ഞ ദിവസം പ്രചരണത്തിനിടയിൽ ശ്രീകണ്ഠാപുരം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവം. UDF പ്രവർത്തകർ തന്നെയാണ് തങ്ങൾ UDF പ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ട് സുധാകരനെ തടഞ്ഞത്. അതൊരു ചെറിയ റോഡിന്റെ പ്രശ്നമാണ്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ വികസനത്തിന്റെ പ്രശ്നം സുധാകരൻ എപ്പോഴെങ്കിലും ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടോ? കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ LDF സർക്കാരും മുഖ്യമന്ത്രിയും നിരവധി തവണ ഉന്നയിച്ചപ്പോൾ സുധാകരൻ അതിനോടൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കുമായിരുന്നു. കണ്ണൂരിലെ തുറമുഖത്തിന്റെ പ്രശ്നമായാലും കണ്ണൂരിലെ മറ്റെല്ലാ അടിസ്ഥാന വികസന പ്രശ്നങ്ങളും ഇത്രമാത്രം എതിർത്ത് നിന്നിട്ടില്ല, അതിനെയൊക്കെ നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ള സുധാകരൻ്റെ ഒരു അപ്രോച്ച് ഉണ്ട്. അത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിന് നേരെ ഉണ്ടായിട്ടില്ല. അതേസമയത്ത് തന്നെ ഇത് പറഞ്ഞ പോലെ ധർമ്മടം, തളിപ്പറമ്പ്, മട്ടന്നൂര്, അഴീക്കോട് ഈ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള വികസനത്തിന്റെ കുതിപ്പുണ്ട്. ഇതൊന്നും തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ചിത്രമാണ്. ഇതോടൊപ്പം തന്നെ സുധാകരന്റെ വേറെ കുറേ കാര്യങ്ങൾ കൂടി അവിടെ ചർച്ചയാവുന്നുള്ളതാണ്. കാരണം സുധാകരൻ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഇത്രമാത്രം RSSന് വേണ്ടിയിട്ട് അനുകൂലമായി വാദിച്ചിട്ടുള്ള മറ്റൊരു നേതാവില്ല. K. സുധാകരനിൽ നിന്നും K. സുരേന്ദ്രനിലേക്ക് ദൂരം കൂടുതലില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു MP-ക്ക് KPCC പ്രസിഡന്റിന്റെ പേര് പറയുമ്പോൾ തെറ്റിപ്പോയത്. അത് യാദൃച്ഛ്യമായിട്ട് സംഭവിച്ചതല്ല. കാരണം എന്ന് പറഞ്ഞാൽ സുധാകരൻ പറഞ്ഞത് I will go to BJP, എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സുധാകരൻ എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, കണ്ണൂരിലെ പൊതു സാമാന്യ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം വികസനത്തിന് എല്ലാ കാലത്തും വിരുദ്ധനായിരുന്ന ഒരാളാണ്. കണ്ണൂരിലൊരു മന്ത്രിയായിട്ട് പോലും ഒരു അവകാശവാദം, ഒരു നേട്ടവും പറയാനില്ലാത്തൊരിതാണ്. അതുകൊണ്ട് സുധാകരൻ തിരസ്കരിക്കപ്പെടുന്നുള്ളത്. അതോടൊപ്പം രഘുനാഥിന്റെ കാൻഡിഡേറ്റ് വരുന്നുണ്ട്. ആരാണ് രഘുനാഥിനെ പോയത്? നേരത്തെ അയച്ചതാണോ, പിറകെ പോകാൻ വേണ്ടി? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ചർച്ചയുണ്ട്. സുധാകരൻ ഇതിനൊക്കെ മറുപടി പറയാൻ കഴിയുന്നത് പ്രയാസകരമാണ്. ഏറെക്കുറെ കണ്ണൂരിൻ്റെ ഒരു ചിത്രം നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. കണ്ണൂരിൽ 2021 കണ്ണൂർ മണ്ഡലം ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഉണ്ടായ വിജയം ലോക്സഭാ മണ്ഡലത്തിലും ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ LDF-നുണ്ട്. എന്താ കഥയിലെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.